ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഓണത്തിനെടുത്ത വീഡിയോ ആയിരുന്നു. സമയം വെളുപ്പിന് 4:15 സമയത്തൊക്കെ ഇങ്ങനെ എണീറ്റിരുന്നു. ഓണസദ്യ ഉണ്ടാക്കാൻ എണീറ്റ് വീഡിയോ ഇടാൻ ലേറ്റായിപ്പോയി. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഞാൻ വീഡിയോ കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടി ആണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൈനാപ്പിൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വേവിക്കാൻ വയ്ക്കാം. അത് നന്നായി വെന്ത് കഴിയുമ്പോൾ കുറച്ച് മധുരത്തിനായി നിങ്ങളുടെ ആവശ്യത്തിന് ശർക്കര ഇടാം. ഞാനൊരു 1/4 ശർക്കര എടുത്തേക്കണം. അപ്പോൾ നന്നായി വറ്റി ഒരു തരം കുറുകി വരും. അതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ അരച്ചിട്ട് നമുക്ക് അതിലോട്ട് ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വെച്ച് അത് കഴിഞ്ഞിട്ട് നേരത്തെ ഞാൻ കാണിച്ച അരപ്പില്ലേ, മറ്റേ മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇതിട്ടിട്ട് ഇത് അരച്ചെടുക്കാം. കുറച്ച് വേപ്പിലിട്ടിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിന് നന്നായി ഒരു കുറുകി വരുമ്പോൾ കുറച്ച് മുന്തിരി മാറ്റി അത് ഇടാം. അതിനുശേഷം നമുക്ക് മസ്റ്റാർഡ് പൊടിച്ചിട്ട് കടുക് പൊടിച്ചിട്ട് പച്ചയ്ക്ക് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തൈരും കൂടെ ചേർക്കാം. പിന്നെ കുറച്ച് പഴം ചേർക്കണ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാൻ പഴം ചേർത്തിരുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. നേന്ത്രപ്പഴം നല്ലതാണ്. കുറച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. പൈനാപ്പിൾ ചട്നി കുറച്ച് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഞാൻ ഓലൻ ഉണ്ടാക്കി. ഞാൻ എല്ലാം കാണിക്കുന്നില്ല, കുറച്ച് കാണിക്കുന്നുള്ളൂ. ഓലമിന് കുമ്പളങ്ങി നമുക്ക് ആദ്യം പയർ വേവിച്ചിട്ട് കുമ്പളങ്ങയും കൂടി നമുക്ക് 1-ാം തേങ്ങാപ്പാലിൽ 2-ാം തേങ്ങാപ്പാലിൽ നമുക്ക് വേവിച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് അത് അങ്ങോട്ട് വേവും. പിന്നെ ഞാൻ എന്താ പറയുക, ഇത് ഉണ്ടാക്കാൻ നിന്നു. കുറേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിയൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയത്. നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആവിയിൽ പതിയെ സ്ലോ മീഡിയത്തിൽ നമുക്ക് കുറച്ച് ഇതും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. അവിയൽ എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്തില്ല, കാരണം അതിനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. അവിയലിൻ്റെ ആയാലും ഒന്നിനെ സ്ഥലം. ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ച് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ബീട്രൂട്ട് പച്ചടി എന്ന് പറയുന്നത് നമുക്ക് ബീട്രൂട്ട് ഉപ്പിട്ട് കുറച്ച് വേവിക്കണം. അതിന് ശേഷം നമുക്ക് നന്നായി വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് അരപ്പ് നേരത്തെ കാണിച്ച അരപ്പ് നമുക്ക് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പൊട്ടിക്കണം. പിന്നെ തൈര് ഒഴിക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നിട്ട് ഇത് അവിടുത്തെ പൂക്കളോണം അടിപൊളി പൂക്കളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ കറികളൊന്നും. എനിക്ക് വേറെ കുറേ കറികളൊന്നും കാണിക്കാൻ പറ്റിയില്ല. കുറച്ച് കറികളൊക്കെ ഉള്ളൂ, അധികം കറികളൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം കഴിഞ്ഞ് എൻ്റെ വക ഹാപ്പി ഓണം. അപ്പം എല്ലാവരും ഇതായിട്ട് ഇരിക്കുക. വാഷിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, താങ്ക് യു.